ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ കറിയാണ് കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ കറിയാണ്. നമ്മൾ ഒന്നും സവാളയൊന്നും വഴറ്റി ഒന്നും സമയം കളയണ്ട. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. നമ്മൾ 2 കിലോ ചിക്കനാണ് എടുത്തത് കേട്ടോ. അതിന് സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ എടുത്തു. അതൊക്കെ അരിഞ്ഞു വെച്ചു, ചതച്ചും വെച്ചു. പിന്നെ നമുക്ക് മസാല മല്ലിപ്പൊടി, മുളക് പൊടി ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഇത് ചൂടാക്കി, അപ്പോൾ പാൻ ചൂടാകുമ്പോൾ സിമ്മിലിടുക. അത് കഴിഞ്ഞിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടെ നന്നായിട്ട്, മുളക് മൂത്ത് മണം വരില്ലേ, ആ സമയം വരെ നമ്മളൊന്ന് ചൂടാക്കിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മളിത് മിക്സ് ചെയ്യാൻ പോവാണ്. എല്ലാം കൂടെ ഒരു പാത്രത്തിലിട്ട് കൊടുത്ത് രണ്ട് തക്കാളി ചേർക്കുന്നുണ്ട് കേട്ടോ. നല്ല പഴുത്ത തക്കാളി ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതാവും. പിന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് കേട്ടോ. ഏത് ഓയിൽ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ അത് ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് വയ്ക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചെറുനാരങ്ങ നീര് ഒഴിക്കണത് നല്ലതാട്ടോ. ഇവിടെ ഇല്ലാത്ത കാരണമാണ് ചേർക്കാതിരുന്നത്. പിന്നെ നമ്മൾ ചിക്കൻ ഇത് തലേദിവസം കഴുകി വൃത്തിയാക്കി മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഒരു മഞ്ഞ കളറുള്ളത്. ഇത് കറി വെച്ചത് പിറ്റേ ദിവസമാണ്. അങ്ങനെ ചിക്കനും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ചെറുനാരങ്ങയുടെ നീരുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക, നല്ലതാണ്. ഇവിടെ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. 1/2 മണിക്കൂറോ 1 മണിക്കൂറോ എത്രയായാലും കുഴപ്പമില്ല. മിനിമം 1/2 മണിക്കൂർ വയ്ക്കുക. പിന്നെ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് പാത്രം വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ, കാരണം ഈ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടണം. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് ഉള്ളി മാറ്റുന്നുണ്ട് വറുത്തത്, അത് നമ്മൾ നെയ്ച്ചോറിലേക്ക് ഇടാനാണ്. പിന്നെ ബാക്കിയുള്ള ഉള്ളി അപ്പോഴേക്കും കുറച്ചും കൂടെ മൂപ്പ് കൂടിയിട്ടാണ്. അപ്പോൾ അത്ര അധികം മൂക്കണ്ട. അതിലേക്ക് നമ്മൾ ഉള്ളി മൂത്ത് കഴിയുമ്പോൾ നമ്മുടെ ചിക്കൻ പുരട്ടി വെച്ചത് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുക കേട്ടോ. അത് ഗ്രേവിയിൽ എടുക്കണ കാരണം കുറച്ച് വെള്ളം. ഗ്രേവി ഇല്ലാണ്ട് ഡ്രൈ റോസ്റ്റായിട്ട് എടുക്കുകയാണെങ്കിൽ വെള്ളം ഒട്ടും ഒഴിക്കണ്ട. അങ്ങനെ നമ്മൾ ഫുൾ ഫ്ലെയിമിൽ വയ്ക്കുക. എന്നിട്ട് ഒന്ന് തിള വരുമ്പോൾ നമ്മൾ അടച്ച് വയ്ക്കുക. ഇനി അടച്ച് വെച്ചിട്ട് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. വെള്ളം ഒഴിച്ചതുകൊണ്ട് പിന്നെ അടിയിലൊന്നും പിടിക്കില്ല. ഇത് ഗ്രേവിയിൽ വേണ്ടതുകൊണ്ടാണ് വെള്ളം ഒഴിച്ചത്, അല്ലെങ്കിൽ നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഇതിൽ. ഇനി ഇതിലേക്ക് നമ്മൾ ഗരം മസാല ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അത് 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 2 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടെ പൊടിച്ചെടുത്തതാണ്. അതാണ് ഇപ്പോൾ അതിൽ നിന്ന് 2 ടീസ്പൂണാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത് കേട്ടോ. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഗരം മസാലയുടെ പൊടിയാണെങ്കിൽ അത് കുറച്ചും കൂടെ കഴിഞ്ഞ് അവസാനം ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ കുരുമുളകും ഈ പെരിഞ്ജീരകം ഗരം മസാല ചേർക്കുന്നുണ്ടെങ്കിലും ചേർക്കണം. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി. അത് അവസാനം ബാക്കിയുള്ള എല്ലാം കൂടെ പൊടിച്ചത് ഇട്ട് കൊടുത്തു കേട്ടോ. അത് പെട്ടില്ല, അത് വീഡിയോയിൽ എടുക്കാൻ കട്ടായി പോയി തോന്നുന്നുണ്ട്. അത് ഓണായി എന്ന് വിചാരിച്ചു, പക്ഷേ ഓണായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഗരം മസാലയും കൂടെ ഇട്ട് കൊടുത്തു, നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ അവസാനം ഗരം മസാല ഇടുമ്പോൾ അതിൽ നമ്മൾ പട്ട, ഗ്രാമ്പു, ഏലക്കയും കൂടെ ചേർത്തിട്ട് പൊടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഗരം മസാല ആണെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി 2 ടീസ്പൂണായിട്ട്. വീണ്ടും ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ എണ്ണ തെളിയണ വരെ നമ്മൾ വെക്കുക. പിന്നെ കറിവേപ്പില, മല്ലിയില ഇടാൻ ഇഷ്ടമുള്ളവർ ഇട്ട് കൊടുത്തു കേട്ടോ. അത് നല്ലതാണ്. ഇവിടെ മല്ലിയിലയും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് കറിവേപ്പിലയിൽ നമ്മൾ അഡ്ജസ്റ്റ് ആക്കി. അപ്പോൾ മല്ലിയില ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക, നല്ലതാണ്, നല്ല സൂപ്പറായിരിക്കും. അപ്പോൾ ഗ്രേവി ഉള്ള കാരണമാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ.
ഇതിൻ്റെ ഒന്നുമില്ല, ഇനി ഒന്ന് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് എണ്ണ തെളിയുമ്പോൾ നമ്മുടെ കറി റെഡിയായി. അപ്പോൾ ഇത് കൂട്ടി ചിക്കനോ ചപ്പാത്തിയോ ചോറോ നെയ്ച്ചോറോ ബിരിയാണി എന്തുണ്ടെങ്കിലും കഴിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു സിമ്പിൾ റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.